വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വർഷത്തിൻ്റെ അവസാന ഞായർ വിശ്വാസ സമൂഹം ഫാമിലി സൺഡേ ആയി ആചരിക്കുന്നതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു. സെബാസ്റ്റ്യൻ പള്ളിത്തോട് തൻ്റെ അപ്പനെക്കുറിച്ച് എഴുതിയ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അപ്പാ, നമ്മൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ, ഞാനും അപ്പനും അമ്മയും. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഒരു തിരുക്കുടുംബം കണക്കെ ജീവിപ്പാൻ പറ്റാതെ പോയത്? എളുപ്പമല്ല കുടുംബത്തിലേക്കുള്ള വഴി. ഓരോ ചുവടിലും വഴുതുന്ന വഴിയാണ് അത്. സഹനത്തിന് പര്യായമായ മഹാത്മാഗാന്ധി പോലും തോറ്റ വഴിയാണ് അത്. നിങ്ങളാണ് എൻ്റെ ജീവിതം തകർത്തതെന്ന് കസ്തൂർബായോട് ആക്രോശിച്ച, മൂക്കറ്റം മദ്യപിച്ച് വരുന്ന മകനെ കാണാതിരിപ്പാൻ കണ്ണട എടുത്ത് മാറ്റിവെച്ച മഹാത്മാഗാന്ധി തോറ്റത് സ്വന്തം വീട്ടിൽ മാത്രമായിരുന്നു. കുടുംബ ബന്ധങ്ങളിൽ അപ്രതീക്ഷിതമായി പതറിപ്പോകേണ്ടി വന്ന ദേശത്തിൻ്റെ ജ്ഞാനവൃത്തനാണ് സോക്രട്ടീസ്. ഒരു കുടുംബ കലഹത്തിന് ശേഷം വെളുപ്പിപ്പാൻ റെയിൽവേ സ്റ്റേഷനിൽ തണുത്ത ബെഞ്ചിൽ ഇരുന്ന് തെരുവുയാചകൻ കണക്കെ കരഞ്ഞ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള റഷ്യൻ കവിയാണ് ടോൾസ്റ്റോയ്. വീട് പണിയുന്നത് പോലെ എളുപ്പമല്ല കുടുംബത്തിൻ്റെ പണി. വീട് ഇഷ്ടിക കൊണ്ട് പണിത് തീർക്കാം, എന്നാൽ ഒരിഷ്ടിക പോലും ഇല്ലാതെ പണിയാവുന്ന ഒന്നാണ് കുടുംബം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ താല്പര്യപ്പെടുന്ന ആർക്കും കുടുംബത്തെ പണിതെടുക്കുവാൻ സാധിക്കും. കാരണം കുടുംബം ദൈവത്താൽ മാത്രം സ്ഥാപിതമായ ഒരു വ്യവസ്ഥിതിയാണ്. ഭാരതീയ സംസ്കാരത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. എന്നാൽ അത്യാധുനികമായ ഇന്നത്തെ ലോകത്തിൽ കുടുംബം നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ക്രിസ്തീയ ആത്മീയതയിൽ കുടുംബത്തെ നമുക്ക് ഗാർഹിക സഭ, ഫാമിലി ചർച്ച് എന്ന് വിളിക്കാം. ക്രിസ്തീയ കുടുംബത്തിൽ മാതാപിതാക്കൾ അവരുടെ വാക്കുകളിൽ കൂടിയും മാതൃകകൾ വഴിയായും മക്കൾക്ക് വിശ്വാസത്തിൻ്റെ പ്രഘോഷകരാണ്. കാരണം കുടുംബ പശ്ചാത്തലത്തിലാണ് ഒരു പൈതൽ ആദ്യമായി വിശ്വാസത്തിൻ്റെ വെളിച്ചം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാർ മക്കൾക്ക് വിശ്വാസത്തിൻ്റെ പ്രഘോഷകരും അധ്യാപകരും ആണ്. വീട്ടിലേക്കുള്ള വഴി ദൈവത്തിലേക്കുള്ള വഴിയാണ്. അത് മുടിയൻ പുത്തൻ്റെ ഉപമയിൽ കൂടി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് 15:11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് വസ്തുവിൽ തനിക്കുള്ള പങ്ക് വാങ്ങി അവയെല്ലാം വിറ്റ് ദൂരദേശത്ത് കൂട്ടുകാരുമായി ഉല്ലസിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി ആവശ്യത്തിലേറെ വലഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ വലഞ്ഞപ്പോൾ അവൻ തൻ്റെ ഭവനത്തെ ഓർത്തു, അപ്പനെ ഓർത്തു, മാത്രമല്ല അവൻ ദൈവത്തെയും ഓർത്തു. അതുകൊണ്ടാണ് അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറയുന്നത്. ലൂക്കോസ് 15:18 വാക്യം. കുടുംബത്തെ ഓർക്കുമ്പോൾ അത് ദൈവത്തിങ്കിലേക്കുള്ള വഴിയായി രൂപപ്പെടുന്നു. ദൈവത്തിങ്കിലേക്കുള്ള വഴി അറിയുമ്പോൾ കുടുംബം ഭദ്രമായിരിക്കും. ഈ ലോകത്തിൽ നമുക്ക് എത്ര കാലം ജീവിപ്പാൻ ഒക്കും? ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുൻപ് വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കണം. ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ യെശയ്യാ പ്രവാചകനെ അയച്ച് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത്, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല. അതുകൊണ്ട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. 2 രാജാക്കന്മാർ 20:1. ഈ വർത്തമാനകാലത്തും ദൈവദാസന്മാരിൽ കൂടി ഹിസ്കിയാവിന് നൽകിയ അതേ ആലോചന നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ വേണ്ട തിരുത്തലുകളും ക്രമീകരണങ്ങളും നാം ചെയ്തേ മതിയാവൂ. അത് വഹിക്കാവുന്ന ഒന്നല്ല. എന്തുകൊണ്ടെന്നാൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാണ്. 8 വയസ്സുള്ള ഒരു മകൻ മടങ്ങിപ്പോകുന്നതിന് മുൻപേ കാട്ടിയ ഒരു സംഭവം വായിച്ചത് ഓർക്കുന്നു. ആശുപത്രി കിടക്കയിൽ ചേച്ചിയെയും അനുജനെയും കാണണം എന്ന് അവൻ നിർബന്ധിച്ച് പറഞ്ഞു.
ചേച്ചിയെയും അനുജനെയും അടുത്തിരുത്തി അവൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. അത് പറഞ്ഞതിന് ശേഷം തൻ്റെ കളിപ്പാട്ടങ്ങൾ രണ്ടുപേർക്കും കൃത്യമായി വിഭജിച്ച് കൊടുത്തു. ഇവർ മൂവരും കഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് ഓർക്കണം. ഈ 8 വയസ്സുള്ള കുഞ്ഞിന് പോലും അറിയാമായിരുന്നു ഞാൻ മടങ്ങിപ്പോവുകയാണ്. അതിനു മുമ്പ് ചേച്ചിയും അനുജനുമായുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം എന്ന്. ഭവനം ഒരു ആത്മീക സ്ഥലം ആയതുകൊണ്ടല്ലേ ഈ ചെറുബാലൻ ഇപ്രകാരം പ്രവർത്തിച്ചത്? ഇന്ന് നമ്മിൽ എത്ര പേർ കുടുംബകാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്? മടങ്ങിപ്പോക്ക് എപ്പോൾ എന്ന് ആർക്കും പ്രവചിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഭവനകാര്യങ്ങൾ ക്രമീകരിച്ച് കർത്താവ് വസിക്കുന്ന ഭവനമായി നമ്മുടെ ഭവനത്തെ രൂപകൽപ്പന ചെയ്യാം. കർത്താവേ, ക്രിസ്തു വസിക്കുന്ന ഭവനമായി എൻ്റെ ഭവനത്തെ രൂപപ്പെടുത്തുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.